ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ബ്രെഡും ചിക്കനും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 8 ബ്രെഡാണ്. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ മുഴുവൻ ബ്രെഡും ഇതുപോലെ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 8 ബ്രെഡിന് വേണ്ടിയാണ് 4 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കറക്റ്റാക്കി എടുക്കുക. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്നിച്ച് ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തയ്യാറാക്കുന്നതിന് നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് അടുത്ത ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്നും കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബ്രെഡ് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാനുള്ളതുണ്ട്. ഈ ഒരു ബ്രെഡും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പകുതി ക്യാരറ്റും ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാം തന്നെ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 ഭാഗം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു 4 ഉണക്കമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വരുന്ന ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി അത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മസാല വെന്തോന്ന് നോക്കാം. ഇപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത മാംസഭാഗം മാത്രം എടുത്തിട്ടാണ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടികളുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനത് മറന്നുപോയി. ഇതെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചിക്കനും മസാലയായിട്ട് വെന്ത് കിട്ടുന്നവരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വേണ്ടി വരുന്നു എന്നാലേ മനസ്സിലാവുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ബ്രെഡ് പൊടി മാത്രമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഒരു പരുവത്തിലും ടേസ്റ്റിലും കിട്ടുന്നത്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ദാ കറക്റ്റ് പരുവത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മസാല വെന്ത് കുഴഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള കവർ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കവർ യൂസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഇതുപോലെ മാവ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്.
ഇനി നമ്മൾ ചിക്കനിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റിന്റെ മറ്റേ ഭാഗം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. ബ്രെഡും മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഇതുപോലുള്ള ബട്ടർ പേപ്പർ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലോ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പേപ്പറോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ബട്ടറിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊരു നിർബന്ധമില്ല, ഓയിലാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ റെഡിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആദ്യം തൊട്ട് ഇത് വെന്ത് കിട്ടുന്നവരേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയും 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ എടുത്തു മാറ്റാം. ഇനി നമുക്കിതൊരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതേപോലുള്ള പീസുകളാക്കി ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.